ചേട്ടന്റെ വണ്ടി ബ്രേക്ക് ഡൗൺ ആയിന്നല്ലേ പറഞ്ഞേ? പക്ഷേ ഇത് ഇടിച്ചു കിടക്കുന്നോണ്ടല്ലോ. ചേട്ടൻ എൻ്റെ കൂടെ ഒന്ന് പോലീസ് സ്റ്റേഷൻ വരെ വരാമോ പ്ലീസ്? എടാ മുള്ളാൻ പോവാൻ ഇതെന്തിനാടാ? കയ്യില് കുരിശും വെച്ചിട്ടാണ് മുള്ളാൻ പോകുന്നേ. ഡ്രൈവറോട് ചൂടാവാൻ എന്തായിരുന്നു നീ തന്നെ ഒരു കുരിശോ? അതിന്റെ എന്തിനാ എടാ എനിക്ക് മുള്ളാൻ മുട്ടുന്നില്ലെന്ന് വെറുതെ വന്നാ. എടാ നിനക്കപ്പൊ കുരിശ് മാത്രം പോരെ? എന്തു പ്രേതമാണെങ്കിലോ മാറും ശല്യാണല്ലോ ഇതിനെക്കൊണ്ട്. നടക്കും രാജീവ് കട്ട കലിപ്പില. പിന്നെ എങ്ങനെ വരാതിരിക്കും? ഇതൊന്നും അറിയാതെ വേറൊരുത്തെ. തുടങ്ങിയാ? ഇല്ലടാ. തുടങ്ങിയാ? ഇല്ല. നീ എന്ത് ലൈവ് അപ്ഡേറ്റ് എടുക്കുവാണോ? ഇല്ല. തീരുന്നറിയാൻ വേണ്ടിയായിരുന്നു. തീരുമ്പോ അങ്ങോട്ട് വരും. തുടങ്ങിയിട്ടേ ഉള്ളൂ. എടാ വല്ല പറ്റിയ എടാ നിന്നെ നെഴിലാണത്. വാ എണ്ണിക്ക് പോവാം പോവാ. കൈ പൊട്ടിയനെ. വാ പോവാ. നീ കൂടുതൽ വിളിക്കണ്ടാ. രണ്ടും കൂടി തുള്ളി കളിച്ചൊരു മര്യാദക്ക് സമ്മതിച്ചില്ല. അവന്റെ നേരിൽ തന്നെ അടിച്ചാളാ ടോർച്ചിന്റെ അവിടെ മറിഞ്ഞ് വീണ് ഉരുണ്ട് എണ്ണി കാണേണ്ടത്. കാലത്ത് ഇതുവഴിയല്ലേ?
നോക്ക് ഇത് രസമല്ലേ? കിട്ടൂലേ? കുറേ നാൾ കൂടിയിട്ടാ ഇങ്ങനെ ഒരു ഡ്രൈവ്. ഈ ബസ്സുകാർക്ക് എന്ത് സ്പീഡാണ് ഇവിടെ. ഓരോന്നും കൂടെ ഇവിടൊക്കെ ബസ്സുകാരെക്കാളും പേടിക്കുന്ന ജീപ്പുകാരാണ്. ഒന്നും നോക്കാതെ കെട്ടിക്കൊണ്ട് വന്നോളൂ. എന്തൊരു അഹങ്കാരം ഈ തേടികൾക്ക്. ഇവന്മാർക്കൊക്കെ റോഡ് എന്താ കൊക്ക എന്ത് വിമാനം ഓടിക്കുന്ന അഹങ്കാരമായി പുല്ലന്മാർക്ക്. എങ്ങനെ എത്തിയില്ല നോക്ക്. നമ്മുടെ അവിടെ ട്രാഫിക്കിൽ ഒരു കുത്തിക്കയറ്റി കൊണ്ടുപോകണം. അപ്പോഴാ എന്ത് കോപ്പില് പോക്കണോ പോയെ? വണ്ടി ഓടിക്കുന്നത് അവന്റെ കൂട്ടക്കത്തൊരു പോക്കും. വണ്ടി ഇരിക്കാം, അവരെ പിടിക്കാം. ആരെങ്കിലും ചോദിച്ചാൽ അവര് ശരിയാവത്തുള്ളൂ. ചുമ്മാ ഇരിക്കടാ, കല്യാണത്തിൽ എത്താൻ പോയി ചുമ്മാ ഊളിന്റെ കല്യാണല്ലേ, കഴിക്കാറാൻ പറ്റിയാ മതി. നീ വണ്ടി ഇരടാ. നിങ്ങളൊക്കെ കൂടെ ഇറങ്ങി പുറപ്പെട്ട് എന്നെ പറഞ്ഞാ മതിയല്ലോ. എവിടെ നോക്കിയാണോ വണ്ടി ഓടിക്കണേ? ചവിട്ടി വിടറോ. എടാ അയാൾ ഇവിടുന്ന് കാണുന്നില്ലടാ, വിട്ടു പോയിട്ടുണ്ടാവോ അയാൾ? ആദ്യം പോയിട്ടുണ്ടാവില്ല അവന്മാര്. എടാ കാണുന്നില്ലോ. നീ ഒന്ന് പിടക്കായിരുന്നു അവിടെ. മതി ഒന്ന് നിർത്ത്. എടാ എന്തായാലും ലേറ്റ് ആയി. അമ്മർക്കിട്ട് എന്തായാലും പണി കൊടുക്കണം. ഉറപ്പിച്ചു വിടറാ. എടാ അമ്മ റോഡ് നിങ്ങൾക്ക് പറഞ്ഞൂടെ? എന്തായാലും പണി നമ്പർ നോട്ടി പിന്നെ പൊളി ഞങ്ങളുടെ കയ്യിൽ കിട്ടണം. രാവിലെ തന്നെ ഓരോന്നിനും പൊക്കിക്കൊണ്ട് വന്നേക്കോ. ഇതിന്റെ വെക്കട്ടെ നിന്നെ കൈ കിട്ടുമോ? പിന്നെ താനോ ഒലത്തും അതൊക്കെ പറഞ്ഞിട്ട് അവന്റെ പോകും. താഴെ ഇനി എന്തായാലും പഠിച്ചോളൂ. കണ്ടില്ലേ പോയത്? ടീമാരുടെ സ്ഥിരം പരിപാടിയാണ്. ഞാനതെല്ലാം നേരത്തെ പറഞ്ഞത്. ആരുടെങ്കിലും നെഞ്ചത്ത് കയറാൻ കിടക്കണം.